രണ്ടാമത്തെ തവണയാണ് കൂക്കാൽ വരുന്നത്. ദിസ് നോട്ട് സ്കോട്ട്ലാൻഡ്, ദിസ് ഈസ് കൂക്കാൽ, കൂക്കാൽ ഓഫ് കൊടൈക്കനാൽ എന്ന് പറഞ്ഞ പോലെ. സൽമാനെ ക്യാച്ച് പിടിക്ക്. ഇതാണ് ആ ഒരു സ്പോട്ട്. ഇപ്പോൾ നമ്മൾ വണ്ടി നിൽക്കുന്ന ഒരു പൊസിഷൻ നോക്കിക്കേ. സൽമാൻക്ക് തണുത്ത് വിറക്കുന്നുണ്ട്, കെട്ടി പിടിച്ച് കുത്തിറക്കുന്നുണ്ട്. നമ്മളെ മൂഡ് ഇങ്ങനെ ഓക്കെ ആക്കി ഇങ്ങനെ പോകണം. തിരക്ക് പിടിച്ച് കുറേ സ്ഥലം പോയിട്ടൊന്നും വലിയ കാര്യമില്ല. ആ ഒരു നൈസ് മൂഡ് കിട്ടണം കേട്ടോ. ആ ഒരു മൂഡ് വരാണ്ട് ഫുള്ളി കാട്ടുതീ പിടിച്ച ഒരു കാടിനുള്ളിലൂടെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ചീവീടുകളുടെ ശബ്ദം, യൂക്കാലിസ് മരത്തിൻ്റെ സ്മെല്ലും, തണുത്ത് അറിയുന്ന ക്ലൈമറ്റും. അതാണ് ഗൈസ് കൊടൈ. ദിസ് ഈസ് കൊടൈ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു റൂട്ടിൽ വീണ്ടും വന്ന് കയറിയിട്ടു. അതായത് നമ്മൾ നേരത്തെ റൂട്ട് പോയി, എന്താ പറയുക, എൻ്റെ ഫോൺ ഇവിടെ ചാർജിങ്ങിലാട്ടോ, എടുത്ത് കൊടുക്കട്ടെ. അപ്പോൾ നേരത്തെ നമ്മൾ ഈ ഒരു റൂട്ട് പിടിച്ചോ. നേരത്തെ നമ്മൾ ഈ ഒരു റൂട്ട് പോയി, അതിൽ ഇവരറിയാണ്ട് ഗുണാക്കേവ് റൂട്ട് വിട്ടു. ആരെ റൂട്ട് പിന്നെ വൺ വേ ആണ്, തിരിച്ചു വരാൻ പറ്റില്ല. നമ്മളും അവർ പിന്നാലെ വിട്ടു. അങ്ങനെ ഓക്കെ ആയി. ഗുണാക്കേവ് പോകാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അവരങ്ങനെ പോയ ഒരു വിധത്തിൽ നോക്കുവാണെങ്കിൽ ഒരു നല്ലതായിട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻക്ക് ആ സർട്ടിഫിക്കറ്റ് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതായത് നാളോട്ടുള്ള അപ്പോയിൻമെൻറ്റ്, അവനക്ക് JC അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടു. അതുപോലെ ചെസ് നമ്പർ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കിട്ടി. കൊടൈക്കനാൽ ടൗണിൽ പോയിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ ഒരു സംഭവം കളക്ട് ചെയ്തു. അതിനുശേഷം ഫുഡ് കഴിച്ച് വീണ്ടും നമ്മൾ ആ ഒരു, എന്താ പറയുക, നല്ല തണുപ്പ് കിട്ടുമോ, തണുപ്പ് നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട്. ഡ്രസ്സ് മാറ്റേണ്ടി വരും കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ അവിടെ പോയി കുളിക്കാനായിട്ട് പോകുന്നത്, അത് വേറെ കോമഡി. അപ്പോൾ എന്താ പറഞ്ഞാലും നമ്മൾ പോയിട്ട് കുളിക്കുമെന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും പോയിട്ട് നോക്കാം. അപ്പം ആ റൂട്ട് മാറിപ്പോയി അങ്ങനെ വീണ്ടും നമ്മൾ അതേ റൂട്ടിൽ തന്നെ പൂമ്പാറ പോവാണ്. കൂക്കാൽ, പൂണ്ടി, ക്ലാവര, അങ്ങനെ എന്തൊക്കെയോ കുറേ സ്ഥലങ്ങളുണ്ട്. ഒക്കെ ഈ റൂട്ടിലാണ്. അപ്പോൾ ആ ഒരു റൂട്ട് നമ്മൾ ജസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി പോവാണ്. തണുപ്പുണ്ട് കേട്ടോ, നിങ്ങൾ കാണുന്ന പോലെ ഒന്നും അല്ല, ശരിക്കും നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഏകദേശം 4 മണി 4:30 ആ ഒരു സമയം ആയതുകൊണ്ട് തന്നെ തണുപ്പ് കൂടി വരുവാണ്. നിങ്ങളെങ്ങനെ ഫുഡ് കഴിച്ചോ? അങ്ങനൊന്നുമില്ല, പോയ ആ റൂട്ടാ പോണേ. നേരെ നമുക്ക് നാട്ടിൽ വിടാൻ പറ്റൂ. നിങ്ങളെങ്ങനെ എന്ന് പോവാ? ഞങ്ങള് ഭൂക്കാലം കൂടി പോയിട്ട് തെറിക്കാനുള്ള സ്റ്റേണ്ട് അവിടെ. നമ്മള് കൊടൈക്കനാലിനെ വന്നിട്ട് അടിക്കും. നമ്മള് ടെന്റ് അടിക്കാം. അതാ ബാക്കില് ഇത്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ പതുക്കെ ഇങ്ങനെ പോകണപ്പോഴേ ബുക്കിംഗ് എന്തെങ്കിലും ഉണ്ടായി വെക്കും വിചാരിച്ചു. ഒരു മുന്നേ പോയി കുറച്ച് തന്നെ. ഇതൊരു 50-55 കിട്ടും. 50-55 കിട്ടും. ആയിക്കോട്ടെ. അവിടെ ഒക്കെ ഉണ്ടാവും, കൂക്കാലി അവിടെ ഒക്കെ ഉണ്ടാവും. ഫസ്റ്റ് പൂമ്പാറയല്ലേ, അവിടുന്ന് ബിരിയാണി കഴിച്ചു. കുഴപ്പമില്ല, നാട്ടിൽ അത്ര ഒന്നും ഉണ്ടാവില്ല. അല്ല നിങ്ങളെന്നാ ഇറങ്ങി? എന്നാ ഇറങ്ങിയതാ? അല്ല എന്നാ ഇറങ്ങി? അപ്പൊ നിങ്ങള് ഗുണാക്കേവ് പോയി പിന്നെ കൊടൈ ചുറ്റി വന്ന് നമ്മളെ തന്നെ പിന്നെ രണ്ടാമത് അങ്ങോട്ട് പോരാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരോട് സെയിം റൂട്ടാണല്ലോ, ആദ്യം അങ്ങോട്ട് പോയാൽ മതി എന്ന് ചോദിച്ചു. നമ്മളെ കണ്ടു പരിചയമുണ്ട്, നാട്ടുകാരാണ്, കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കറക്റ്റ് അറിയുമ്പോ ഇവിടെ പഠിക്കലേ പാപ്പന്നൂർ അമ്പലത്തിനു മുമ്പ്. പാപ്പന്നൂർ അറിയുമ്പോ പരിചയ പറമ്പിൽപ്പീടിയൊക്കെ പോണ റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡ്, ഒരു ബ്രിഡ്ജിന്റെ ഷോർട്ട് കട്ട്. എന്നായിക്കോട്ടെ.
ഗൈസ്. അപ്പോൾ ഇവരെ നമ്മൾ മോർണിംഗ് ചുരം കയറുന്ന സമയത്തേ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നൈസിൽ ഇങ്ങനെ പോവാണ്. അങ്ങനെയാണ് പോകേണ്ടത്. വൈബാക്കി നൈസിൽ തിരക്കൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകണം. അപ്പോഴാണ് എൻ്റെ നമ്മളെല്ലാം ഏകദേശം ഒരേ സെയിമാണ്. ഗുണക്കേവ് മാത്രമേ പോയിട്ടുള്ളവരും നമ്മളും. പിന്നെ നമ്മളെ കുറേ സ്ഥലം കവർ ചെയ്യുക എന്നുള്ളതല്ല മെയിൻ ലക്ഷ്യം. നമ്മളെ കവർ ചെയ്യുന്ന സ്പോട്ട് അടിപൊളിയാക്കി പോവുക. അതുപോലെ പോകുന്ന സമയത്ത് ഫുള്ളി എൻജോയ് ചില്ലിങ് ആ ഒരു വൈബായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കുറേ സ്ഥലം പോകണമെന്നല്ല, നൈസായിട്ട് നമ്മളെ മൂഡ് ഇങ്ങനെ ഓക്കെ ആക്കി ഇങ്ങനെ പോകണം. തിരക്ക് പിടിച്ച് കുറേ സ്ഥലം പോയിട്ടൊന്നും വലിയ കാര്യമില്ല. ആ ഒരു നൈസ് മൂഡ് കിട്ടണം കേട്ടോ. ആ ഒരു മൂഡ് വരാണ്ട് ആ ഒരു മൂഡ് കിട്ടണം. അതാ ഞാൻ പറഞ്ഞത്. മൈൻഡ് ഒന്ന് റിലാക്സ് ആയിട്ട് ഇങ്ങനെ പീസായി കിടക്കണം. അതാണ് സംഭവം. ഗൈസ്, നേരത്തെ ലവന്മാർ ഇതേ അതിലൂടെ ആട്ടോ പോയെ. നമുക്ക് ശരിക്കും പോകേണ്ട റൂട്ട് ഇതാണ്. അതുപോലെ തന്നെ ഗൈസ്, അങ്ങനെ നമ്മളിതേ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് പോകുന്നത് പൂമ്പാറ. ഫസ്റ്റ് ഏതെങ്കിലും സ്ഥലം പൂമ്പാറ അല്ലേ? പൂമ്പാറ കേട്ടോ. പൂമ്പാറയിലോട്ട് പോകുന്ന ആ റൂട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തണുത്തിട്ട് ഞാൻ ഗ്ലൗവും ഇട്ടു. അതുപോലെ ഈ ജാക്കറ്റിൻ്റെ എന്താ പറയുക സിബും കയറ്റിയിട്ടു. എന്താ ഞാൻ കൂടുതൽ ഇന്നറൊന്നും ഇട്ടില്ല കേട്ടോ. ഈ ഒരു ചൂട് കാരണം ഞാൻ ഒരു 5 സ്ലീവ് ടീഷർട്ട് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അടിയിൽ. പിന്നെ ജസ്റ്റ് പൊടിയൊന്നും മാറണമെന്ന് കരുതിയിട്ട് എന്ത് ആനൊന്നും ഉണ്ടാവില്ലടാ അവിടെ. ഏയ് നായ എന്താണ് പോയിക്കോട്രാ. ഓ ഗൈസ് അത് പേടിച്ചു കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുക്കുക കേട്ടോ. നമ്മൾ ആ ഒരു ഫ്രണ്ട്സിനെ കണ്ടില്ലേ ബുള്ളറ്റിലെ. അപ്പം അവരിങ്ങ് അടുത്തെത്തിയപ്പം നമ്മൾ നൈസായിട്ട് ഫോൺ കൊടുത്ത് നമ്മളെ 2 വണ്ടി ഒരുമിച്ച് പോകുന്ന വീഡിയോ ഒക്കെ ഒന്ന് നൈസായിട്ട് എടുപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ക്ലിപ്സ് ഒന്നും ഇല്ല കേട്ടോ, ചെറുതായിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഒന്നാമത് നമ്മളെ സൽമാൻക്ക് ഭയങ്കര പേടി. ഞാൻ അത്രയ്ക്കും ശ്രദ്ധിച്ചിട്ടാണ് വണ്ടിയിൽ നിന്ന് എണീച്ച് നിൽക്കുന്നതൊക്കെ. അതൊന്നും അവനിക്കറിയില്ല. അവനിക്ക് ആ എണീക്കുമ്പോഴേക്കും അവന് പേടി. അപ്പോൾ ആ ഒരു രീതിക്ക് വിഷ്വൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് വണ്ടിയിൽ നിന്ന് ഇങ്ങനെ എണീച്ച് ഇങ്ങനെ ആടിന്നു അങ്ങനെയൊക്കെയുള്ള പുറത്തു നിന്നുള്ള വിഷ്വൽ കിട്ടുമ്പം നല്ല രസം ഉണ്ടാവും എന്ന് വിചാരിച്ച് എണീക്കുമ്പോഴേക്കും അവന് പേടി. മറ്റേ തന്തായ്പ് ആ ഒരു സെറ്റപ്പിൽ എന്നോട് ചൂടാവുകയാണ്. അതാണ് സംഭവം. അപ്പോൾ ഇതിന് ഓവർ കൈവിട്ട കളിക്കൊന്നും നിൽക്കുന്നില്ല. ഞാൻ അത്രയ്ക്കും വണ്ടിയൊന്നും ഇല്ലാത്ത സമയവും അതുപോലെ കൈവിട്ട കളിക്കൊന്നും നിൽക്കുന്നില്ല. ആദ്യമേ കൈവിട്ട കളിയൊന്നും കളിക്കുന്നില്ല. പക്ഷേ സംഭവങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പം എന്താ പറഞ്ഞാലും നമ്മൾ അവരെ കൊണ്ട് കുറച്ച് വിഷ്വൽ കാര്യങ്ങളൊക്കെ എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വീണ്ടും എന്താ പറയുക ആ ഒരു സ്പോട്ടിൻ്റെ പേര് മറന്നു പോകുന്നതാണ്. വീണ്ടും പൂമ്പാറയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുക്കുന്നുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. നമ്മളൊന്നാമത് ഈ ഫുൾ ഫേസ് ഹെൽമെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫേസിലൊന്നും ഒട്ടും വളരെ കുറച്ചാണ് തണുപ്പ് അറിയുന്നത്. അവർക്ക് നിൽക്കുന്ന കണ്ടാൽ തന്നെ അറിയാം കേട്ടോ തണുത്തൊട്ടി നിൽക്കുക എന്നുള്ള കാര്യം. ഫ്രണ്ടിലുള്ളവർക്ക് വലിയ രീതിക്കൊന്നുമില്ല. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി സിബ് അയച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് നല്ല ഫീലുണ്ട്.
ഇപ്പോൾ ഒരു ആശ്വാസം വിട്ടപ്പോൾ. ഇതേ ഇപ്പോൾ അവരുടെ ഫോട്ടോ എടുക്കുവാട്ടോ, അതായത് അവർ നമുക്ക് എടുത്തൊന്നും ഇപ്പോൾ അവർക്ക് എടുത്ത് കൊടുക്കുന്നു. അതൊക്കെയാണ് സെറ്റപ്പ്, അതൊക്കെയാണ് വൈബ്. ഫോട്ടോ എടുക്കുന്നു, ചില്ല് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, ഫുഡ്, റിലാക്സ്, റൈഡ്, ഇതൊക്കെ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. ദിസ് ഈസ് ഹാപ്പിനെസ്. ഓക്കെ, അപ്പം നമ്മളെ പരിപാടീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ജീന് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാൻ. അടിയിൽ അണ്ടർവെയർ ഇന്നറൊക്കെ ഉണ്ട്, പക്ഷേ ജീന് ബോഡിയിൽ നല്ല രീതിക്ക് കാലിലൊക്കെ ആ ഒരു തണുപ്പ് ഫീൽ ആവുന്നുണ്ട് കേട്ടോ, ഭയങ്കര രീതിക്ക് ഫീൽ ആവുന്നുണ്ട്. അതാണ് ഫീൽ. ബ്രേക്ക് ഡൗൺ ആയെന്ന് തോന്നുന്നു കേട്ടോ. വാവ്, അമേസിങ്. പളനിമല വ്യൂ പോയിന്റ്, ഇവിടെ നിന്ന് പളനിമല കാണുമെന്നാട്ടോ പറയുന്നത്. ഗൈസ്, അപ്പോൾ ദേ ഈ ഒരു സംഭവമാണ് പളനിമല വ്യൂ പോയിന്റ്. പളനിമലയാണ് ആ കാണുന്നത്. ഓക്കെ, പാരിക്കൂട്ടാ, അതിൻ്റെ വ്യൂ ഉള്ളൊരു സ്ഥലമാണിത്. ഓക്കെ, അപ്പോൾ അവർക്ക് നമ്മളെ വിട്ടുപോയി, അപ്പോൾ നമ്മൾക്കും പോവാം. ഇന്നിറങ്ങിയ റിവേഴ്സ് എടുക്കാൻ കിട്ടുന്നില്ല കേട്ടോ. കിട്ടൂടാ, കിട്ടും. കേറി നമ്മൾ നൈസായിട്ട് ഒന്ന് ഫ്രണ്ടെന്ന് വീലി നൈസായിട്ടാണ് അടിച്ചെടുത്തപ്പോൾ കിട്ടിയിട്ടോ. സൽമാൻ എന്തോന്നടായത്, ഓ അങ്ങ് വെറുപ്പിക്കുവോ. കണ്ടിന്യൂ. അവന്മാർ കുറച്ച് ഫ്രണ്ടില്ല കേട്ടോ, അപ്പോൾ ഒന്ന് ആഞ്ഞ് പിടിച്ചാൽ അവന്മാരെ കിട്ടും. അന്ന് ഈ റൂട്ടിൽ കൂടെ ഒക്കെ കുഴപ്പമില്ലേ സൽമാനെ, ഫുള്ള് മഞ്ഞ്. നമ്മളെ ഹെൽമെറ്റൊക്കെ ഉണ്ടല്ലോ, ഹെൽമെറ്റിലൊക്കെ അങ്ങനെ മഴ ആയാണ്ടാവില്ല, ഈർപ്പം അതേമാതിരി ഈർപ്പം കണ്ടു. ഇപ്പൊ ഫുള്ള് തെളിഞ്ഞിക്കണേലും തണുപ്പിനൊരു കുറവില്ലല്ലേ. ഈ ഒരു വെയിലും ഇതുണ്ടെങ്കിലും അപാര തണുപ്പ് തന്നെ എപ്പോഴും. അന്നൊക്കെ വിറച്ചും കൊണ്ട് ഇനി പോയിനി. ഓ, വേ നോക്കിക്കേ, നല്ല അടിപൊളി വേ കേട്ടോ, നൈസ് വേ. ഓ, റോഡ് മോശമായോ? ഇല്ല കേട്ടോ, ചെറിയൊരു പോർഷനേ ഉള്ളൂ. തണുപ്പ് ഫീൽ കേട്ടോ, അതുകൊണ്ടാണ് എന്തൊക്കെയോ ചേഞ്ച് നിങ്ങൾക്ക് വീഡിയോയിൽ തോന്നുകയാണെങ്കിൽ അത് തണുപ്പുകൊണ്ടാണ്. അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പോൾ ഇനി രാത്രി ആയി കഴിഞ്ഞാൽ ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും കേട്ടോ, അല്ലെങ്കിൽ ഒരു തണുപ്പ് കൂടി വരാൻ ചാൻസ് ഉണ്ട്. RC ഡ്യൂക്ക് ഇവിടെ എന്ന് പറയുമ്പം വണ്ടിയിൽ നമ്പർ പ്ലേറ്റ് ഉള്ളതിലും കുഴപ്പമില്ല, അതുപോലെ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു കഥ കേട്ടോ, ട്രിപ്പിൾ വെച്ചാലും കുഴപ്പമില്ല. നമ്മൾ വരുമ്പം ചെക്ക് പോസ്റ്റിൽ നിന്ന് കണ്ടില്ലേ, അതാണ് അവസ്ഥ. ഗൈസ് എടുക്കണ്ട ഗൈസ്, അടിപൊളി വ്യൂ. ഫോണൊക്കെ ബെല്ലടിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കിഡിലെ വ്യൂ, ഈ വ്യൂ ആണ്. അടിയാ സുഫാനാണല്ലോ. ഹലോ, പറടാ. നമ്മള് ഇവിടെ കൊടൈക്കനാൽ തന്നെ.
നമ്മള് നാളെ രാത്രി ആവില്ലടാ, നാളെ വൈകുന്നേരം ആവൂലേ? നാഫി പറയുന്നു ഓക്കെ നാളെ 5 മണിക്ക് നാട്ടിലെത്തണം, അപ്പൊ എത്തും. ആ നാട്ടിലെത്തിട്ട് നോക്കാം. ഇപ്പോഴോ? നാട്ടിലെത്തിയാലേ നടക്കുള്ളൂ. ചെയിൻ എന്താ പാട്? ലൂബ്രിക്കേഷൻ ഒന്നും ഇല്ല, ഡ്രൈ തന്നെ. ആ നമ്മള് നാളെ പോകുമ്പോഴോ എപ്പോഴേലും ഒന്ന് ഓയിൽ അടിച്ചു നോക്കാം. ഓയിലടിച്ചാ എന്നായിക്കോട്ടെ. ഇപ്പോൾ സംഭവം ഫോൺ എടുക്കാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ അവൻ്റെ വണ്ടി കേട്ടോ, അവൻ്റെ വണ്ടി ഇവന്മാർ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഫോൺ എടുത്ത്. സിരി ഫോണിൽ നിന്ന് ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു സുഫാൻ. അപ്പോൾ ഞാൻ ഫോൺ എടുത്തതാണ്, അറ്റൻഡ് ചെയ്തതാണ്. ഇതെല്ലാം നല്ലേ ഗായ്സ്. അപ്പോൾ നമ്മുടെ ക്ലാവറിൻ്റെ ആ ഒരു വ്യൂ സംഭവങ്ങളൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇതാണ് ഞാൻ എടുത്തോ എന്നുള്ള എനിക്ക് ഡൗട്ട് കിട്ടും, കാരണം ഞാൻ ഫോണിൽ വീഡിയോ ഒക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഫോണിലെടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ആ ഒരു വിഷ്വൽ തട്ടി വിഷ്വൽ ഇത് കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് നല്ല രീതിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. ഇതാണ് പൂമ്പാറയ്ക്ക് അങ്ങോട്ട്, മുരുകൻ ടെമ്പിളൊക്കെ അങ്ങോട്ടാ, പിന്നെ മന്നമന്നൂർ നേരെ മേലേക്ക് അങ്ങനെ അങ്ങോട്ട്. ഇതൊക്കെ ഞാൻ പോയതാണ് ഇന്നെ. നമുക്കെന്താ ചായ? എന്നാ അടുത്ത കാലത്ത് നിർത്താം ഗൈസ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ചുമ്മാ ഈ ഒരു റൂട്ട് എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ മിക്കവാറും ഉണ്ടാവുക. അവന്മാർ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ കൂക്കാലല്ല ആ ഒരു സ്പോട്ടിൽ എന്താണ്ട് പറയാന്നറിയില്ല, മറന്നുപോയി. കൊഞ്ചം ക്യാരറ്റ് തരുമാ? കിലോ 50 രൂപ ഒക്കെ അവന്മാരവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ പോകുന്ന ഒരു സ്പോട്ടിലൊരു കുളമുണ്ട്, നമുക്ക് അവിടെ ചാടി കുളിക്കാന്നൊക്കെ. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ത്രില്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അവന്മാർ പറഞ്ഞു ഇവന് ചോറ് കഴിച്ചപ്പോൾ കൈ കഴിക്കപ്പോൾ എന്താ പറഞ്ഞിന് പറഞ്ഞു കൊടുക്ക്. അതല്ല, കൈ കഴിക്കപ്പോ വള്ളത്തിന്റെ തണുപ്പാണ് തട്ടിയപ്പോളേ ഇപ്പം പറയാ ഞാനില്ല ചാടാല്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ക്യാരറ്റ് ഇവര് തോട്ടത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന ക്യാരറ്റാട്ടി കാണുന്നത്. അപ്പോൾ അതിന് ഇവിടെ ഇതുപോലെ ഈ ഒരു ചാക്കിലിട്ട്, അതായത് ഈ ഒരു ഷേപ്പ് ഈ ഒരു മോഡൽ ചാക്കിലിട്ട് കഴുകിയ ശേഷം അതുപോലെ വൃത്തിയുള്ള ചാക്കിലാക്കി പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന സംഭവമാട്ടോ കാണുന്നത്. ഇതുണ്ടോ ചാക്കിൽ നിന്ന് ഈ ഒരു ചാക്കിലോട്ട് ഇട്ടിട്ട് അത് തോട്ടത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നിരിക്കും. അപ്പോൾ അതിൽ മണ്ണൊക്കെ കാണും. എന്നിട്ട് അത് ഇവിടെ വെച്ചിട്ട് കഴുകും. ഞാൻ കാണിച്ചാൽ കഴുകുന്ന രീതി വേണ്ടോ ഇതുപോലെ കഴുകും. അപ്പോൾ മണ്ണൊക്കെ ഇളകി പോകും. അതാണ് സെറ്റപ്പ്. നമ്മളിവിടുന്ന് ചെറിയ പീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാം എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. കണ്ടോ, ഇതാണ് കഴുകുന്ന രീതി. ഐസ് അങ്ങനെ ദേ അടുത്തത് നമ്മുടെ സ്പൾബർ ആട്ടോ, അതായത് നമ്മുടെ സൽമാനാണ് ഡ്രൈവർ. സൽമാനേ ബാഗ് ഉണ്ടാവുകൊണ്ട് തന്നെ പിടിക്കാനില്ല. അപ്പോൾ നമുക്കിനി കുറച്ച് വിഷ്വൽ ഒരു ജിമ്പൽ, അതായത് സ്റ്റിക്ക് വെച്ച് കുറച്ച് വിഷ്വൽ എടുക്കാം. സിബ് ഇവിടെ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഫുള്ളി ഗ്രാഫിറ്റി വന്നിട്ടുണ്ടോ, ഫുള്ളി ഈ ഒരു മലം പോർഷൻ ഫുള്ളി കത്തി നശിച്ചിട്ടുണ്ട്.
അതിൻ്റേതായിട്ടുള്ള ഒരു സ്മെല്ല് കാര്യമൊക്കെ ഉണ്ട്. സൂപ്പർ. വീണ്ടും കൂക്കാലെത്തിയിട്ടു. രണ്ടാമത്തെ തവണയാണ് കൂക്കാൽ വരുന്നത്. ദിസ് നോട്ട് സ്കോട്ട്ലാൻഡ്, ദിസ് ഈസ് കൂക്കാൽ. കൂക്കാൽ ഓഫ് കൊടൈക്കനാൽ എന്ന് പറഞ്ഞ പോലെ. സൽമാനെ ക്യാച്ച് പിടിക്ക്. അപ്പോൾ ഇതാണ് ആ ഒരു സ്പോട്ട്. ഇപ്പോൾ നമ്മൾ വണ്ടി നിൽക്കുന്ന ഒരു പൊസിഷൻ നോക്കിക്കേ. தெரியாது. ഇതിവിടെ ഇന്ന് കൂടുതൽ തമിഴ്നാട് വണ്ടി തന്നെ കേട്ടോ. കേരള വണ്ടി കുറവാണ്. നമ്മൾ 2 വണ്ടി മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മളിത് വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നു. വണ്ടി ജസ്റ്റ് ചേഞ്ച് അടിച്ചു. ഓക്കെ, ലെറ്റ്സ് ഗോ. സൽമാനൊക്കെ കെട്ടി പിടിച്ച് തണുപ്പെന്ന്. സൽമാനൊക്കെ തണുത്ത് വിറക്കുന്നുണ്ട്, കെട്ടി പിടിച്ച് കുത്തിറക്കുന്നുണ്ട്. സീന്. അപ്പം നമ്മളെവിടേക്കോ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കൂക്കാൽ തന്നെ ആട്ടോ പോകുന്നത്. എന്നിട്ട് നമ്മൾ പിന്നെയാണ് പൂണ്ടി പോകുന്നത്. പൂണ്ടി പോകുമെന്നുള്ള കാര്യം അറിയില്ല കേട്ടോ. ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സൽമാൻക്ക് ഉറക്ക് പ്രോപ്പറാണ്, ഉറക്ക് മസ്റ്റാണ്. കാരണം നമുക്ക് നാളെ ഓടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 10 മണി, നമ്മൾ മുമ്പൊക്കെ എന്ന് പറയുമ്പം നമ്മൾ കൂക്കാൽ ക്ലാവറൊക്കെ പോയിട്ട് പൂണ്ടിയൊക്കെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് കൊടയെത്തിയപ്പം രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവം ഉള്ളത് കൊണ്ട് മാക്സിമം ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് കിടക്കണം. ആ ഒരു രീതിക്കുള്ള സെറ്റപ്പിൽ ഇവിടെ നിന്ന് പോകണം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. അവർക്ക് വർക്ക് മസ്റ്റ് ഉണ്ട്, കാരണം നാളെ മോർണിംഗ് കോമ്പറ്റീഷൻ ഉള്ള കേട്ടോ. ഓ, അതാണ് സംഭവം. ഇതാണ് ലേക്ക്. എടാ ഞങ്ങൾ ഇവിടേക്ക് വന്നീനടാ, പക്ഷെ ഇവിടെ എന്താ ഉള്ളതെന്ന് ഞങ്ങൾ കണ്ടില്ല. ഇവിടെ ഫുള്ള് കോടേനി. ഞങ്ങൾ ഇവിടെ ഒരു ഷോപ്പുണ്ട്, ഒരു അങ്ങോട്ട് റോഡുണ്ടോ, അവിടെ ഒരു ഷോപ്പുണ്ട്. അവിടുന്ന് നൂഡിൽസ് ഇതൊക്കെ തിന്നാണ്ട് നമ്മൾ പോയി.
അന്ന് ഈ കട എവിടെ അല്ലേ നീ? ഈ കട ആ കോർണറില്ലേ നീ? എന്താ അറിയില്ല, ആ ഒരു പോസ്റ്റ് അതെങ്ങനെ ഇട്ടണ് ആ കോർണറിലേ നീ. ഞങ്ങൾ അവിടുന്ന് ചായ കുടിച്ച് ഞങ്ങൾ പോയിരുന്നു. പക്ഷെ അന്ന് ഈ സംഭവം നമ്മുടെ നമ്മൾ കണ്ടില്ല. നമ്മൾ ഫുള്ള് കോടേ നീ എത്തു കാണില്ലേ നീ ഉണ്ടാവും ഗൈസ്. അങ്ങനെ നമ്മളിതേ കൂക്കാലെത്തിട്ടോ, കൂക്കാലല്ല കൂക്കാൽ തന്നെയാണ്. കൂക്കാലെത്തി നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഷോപ്പെല്ലാം അടച്ചു വിട്ടു. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ഇവിടുന്ന് മാഗി എല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ എന്താ പറഞ്ഞാലും ഇതാണ് ആ ഒരു എന്താ പറയുക കൂക്കാൽ ലേക്ക്. കൂക്കാൽ ലേക്ക് എന്ന് പറയുന്ന ലേക്കാണിത്. അപ്പം ഇനി നമ്മൾ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പോവാണ്. നമ്മൾ കൂടെയുള്ളവർ പോയി. പക്ഷെ വരുന്ന സമയത്ത് അവനായിരുന്നു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കീ അവൻ്റെ കയ്യിലാണ്. അവനറിയാണ്ട് അവർ ഫസ്റ്റ് പോയി. നമ്മളിങ്ങനെ വണ്ടി കയറാൻ നിന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് വിളിച്ചു വിട്ടു. ഇവിടെ എങ്ങാണ്ട് ഉണ്ടായിരുന്നു. വിളിച്ചു കേട്ടില്ല, അവരങ്ങാണ്ട് പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനിയെന്ന് പറയുമ്പം എനിക്ക് പെട്ടെന്ന് നമ്മൾ പോയി പെട്ടെന്ന് സൈഡാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടീസ് നോക്കി നമ്മൾ പെട്ടെന്ന് പോവാണ്. അതായത് ഓവർ ലാഗാവാണ്ട് അവിടുന്ന് എറിയുന്നു. ഓവർ ലാഗാവാണ്ട് കിടന്നുറങ്ങണം. എനിക്ക് നാളെ ക്ഷീണമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നാളെ ഓടണം. 10 കിലോമീറ്റർ എങ്ങാണ്ട് ഓടാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ദേ ചാവി കിട്ടിയിട്ടോ. അപ്പോൾ ഇനി നമുക്ക് പോയേക്കാം. ഭാഗ്യത്തിന് കിട്ടിയാണ്. കാരണം അവർ കുറച്ചുകൂടെ ദൂരം പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അവരെന്നെ കണ്ടറിഞ്ഞ് തിരികെ വരേണ്ടി വരും. എന്താ വരാത്തതെന്ന് ആലോചിച്ച് നമുക്ക് വിളിക്കാനും കഴിയില്ല. അങ്ങനെ കുറേ പോസ്റ്റ് ആവുന്നതാണ്. കാരണം നോ സർവീസ് ആവുന്നൊരു ഏരിയയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ചുമ്മാ ഇങ്ങനെ തെണ്ടി തിരിയുന്നൊരു വീഡിയോ ആയിരിക്കും ഉണ്ടാവുക. ഓവർ ലൊക്കേഷൻ ഒന്നും കവർ ചെയ്യാനൊന്നുമില്ല. നമ്മളാ ഒരു വൈബിൽ ആൾ കൂടി അങ്ങനെ കേട്ടോ. ട്രിപ്പ് സോളോ പോകുന്ന പോലെയല്ല. ആൾ കൂടി കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളൊന്നും നടക്കില്ല. ഓവർ ലൊക്കേഷൻ കവർ ചെയ്യുന്നത് നടക്കില്ല. അങ്ങനെ ഒരു വൈബിൽ ഇങ്ങനെ വീഡിയോ എടുത്തും ഫോട്ടോ എടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ പോവും. അതാണ് ഉണ്ടാവും ആൾ കൂടി കഴിഞ്ഞാൽ. അപ്പോൾ എന്താ പറഞ്ഞാലും ഇനി നേരെ ഇവിടുന്ന് കൊടൈക്കനാൽ ഏകദേശം 40-50 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 40 കിലോമീറ്റർ എന്തായാലും കാണും. അപ്പം ആ ഒരു റേഞ്ച് ഓടി എത്തണം അവിടെ. 40-50 അതിനിടയിലാട്ടോ. അപ്പോൾ അത് നേരെ ഓടി എത്തുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ അത് ഓടി എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റേ അടിക്കണം. ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്. സീന് തണുപ്പാണ്. ഞാൻ ഗ്ലൗ ഇടണം. പക്ഷേ എനിക്ക് ഒന്നും കൂടെ കംഫർട്ട് ഗ്ലൗ ഇല്ല. അതെനിക്ക് വെയിൽ ഉണ്ടാകുമ്പോഴാണ് ഗ്ലൗ ഇടാനൊരു ഒന്നും കൂടെ ഇൻട്രസ്റ്റ്. കാരണം എന്താണെന്നറിയില്ല, എനിക്ക് തണുപ്പുള്ളപ്പോൾ എനിക്ക് ഗ്ലൗ ഇല്ലാണ്ട് തന്നെ ഓട്ടാനാണ് ഇൻട്രസ്റ്റ്. ഓക്കെ, സംഭവം സേഫ്റ്റിയാണ്. അപ്പോൾ നമ്മൾ കൂക്കാൽ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. പൂണ്ടി, ക്ലാവര അങ്ങോട്ടൊന്നും പോയില്ല ഗൈസ്. അതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായിട്ടോ. ഞാൻ ഗുണാക്കേവ് ആ വള്ളികൾക്കിടയിൽ നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു കേട്ടോ ഇവരുടെ. അതിനിടയിൽ ഒരു വീഴ്ചണ്ട് വീണു താഴോട്ട്. എന്തോ ഭാഗ്യത്തിന് ഞാൻ താഴോട്ട് വീണു. അതായത് ഞാനിങ്ങനെ താഴോട്ട് അങ്ങോട്ട് പോയി. പക്ഷേ എൻ്റെ കാല് വള്ളികൾക്കിടയിൽ കുടുങ്ങിയാണ്ട് അവിടെ സ്റ്റെക്കായി നിന്ന്. എന്നിട്ട് കാല് വള്ളികൾക്കിടയിൽ കുടുങ്ങിയാണ്ട് ചെറിയ മുറിവ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള പെയിന് കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് തണുപ്പത്ത് മുറി പറ്റുകയെന്ന് പറയുമ്പം ഇതൊരു പ്രത്യേക ചൊയാണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. നമ്മളെ വണ്ടി മാത്രം ഇങ്ങനെ ഒരു വിശാലമായ കാടിനുള്ളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഫുള്ളി കാട്ടുതീ പിടിച്ച ഒരു കാടിനുള്ളിലൂടെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ചീവീടുകളുടെ ശബ്ദം മാത്രം, അതുപോലെ യൂക്കാലിസ് മരത്തിൻ്റെ സ്മെല്ലും തണുത്ത് അറിയുന്ന ക്ലൈമറ്റും. അതാണ് ഗൈസ് കൊടൈ. ദിസ് ഈസ് കൊടൈ. ഗൈസ് പറയാൻ വാക്കുകളില്ല ഗൈസ്. ഈ ഒരു സമയത്ത് ഞാൻ എന്താണ് പറയേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അതാണ് സിറ്റുവേഷൻ. ബ്യൂട്ടിഫുൾ മൂമെൻറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അടിപൊളി മൂമെൻ്റാണ് ഇതൊക്കെയെന്ന് പറയുമ്പോൾ നമ്മൾ ലൈഫിൽ ഓരോ പോയിൻറ്റും എൻജോയ് ചെയ്യേണ്ട ഓരോ മൊമെൻറ്റ്സ് ആട്ടോ ഈ ഒരു മൊമെൻറ്റ്സൊക്കെ. പ്രത്യേകിച്ച് എൻ്റെ ഒക്കെ ഒരു ഏജ് എന്ന് പറയുമ്പോൾ ഇപ്പം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഈ ഒരു എൻജോയ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു ഏജ് ഏകദേശം ഇങ്ങനെ തീർന്ന് വരുവാണ്. 18 മുതൽ 20-22 ആ ഒരു വയസ്സ് വരെയാണ് എല്ലാവരുടെയും ഒരു ഫ്രീഡം കിട്ടിയിട്ടുള്ള ഒരു എൻജോയ്മെൻ്റ് ഉണ്ടല്ലോ. അതായത് 18 ആവണം എന്തായാലും ഫ്രീഡം കിട്ടാൻ. പുറത്ത് അറ്റ്ലീസ്റ്റ് മിനിമം പുറത്ത് പോകാൻ ലൈസൻസ് ആയാലും വേണമെങ്കിൽ 18 ആവണം. അപ്പോൾ ഒരു 18 ആകുമ്പോഴേക്കും എല്ലാവർക്കും ഒരു ഫ്രീഡം കിട്ടുക. അപ്പോൾ ആ ഒരു ഫ്രീഡം കിട്ടിയിട്ട്
പിന്നെ ഒരു ലൈഫ് ഒരു സെറ്റ് ആവുന്നതിന് മുമ്പുണ്ടല്ലോ, ഒരു സെറ്റ് ആവുന്നതിൻ്റെ കുറച്ച് മുമ്പ്, അതായത് അലഞ്ഞിരിഞ്ഞടയ്ക്കുന്ന കുറച്ച് പോഷൻ ഉണ്ടാവും എല്ലാവരുടെ ലൈഫിൽ ആ ഒരു ടൈമാണ് ബെസ്റ്റ് ടൈമെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. ഇത്രയും കാലം എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ച ആ ഒരു മൊമെൻ്റൊക്കെ എന്ന് പറയുമ്പം നമ്മൾ അത്രയ്ക്ക് എൻജോയ് ചെയ്യണം. അല്ലെങ്കിൽ അത് നമ്മൾ പിന്നീട് ഒരു സമയമാകുമ്പം നമ്മൾ അന്ന് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് നമ്മൾ ഖേദിക്കും. അപ്പോൾ അങ്ങനെ ഖേദിക്കേണ്ടി വരാൻ പാടില്ല, അങ്ങനെ റിഗ്രറ്റ് അടിക്കേണ്ടി വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു ഏജ്, ഈ ഒരു മൊമെൻറ്റ് നൗ, നമ്മുടെ സിറ്റുവേഷൻ നൗ, ഇപ്പോഴത്തെ ആ ഒരു മൊമെൻറ്റ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം എന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. എനിക്കെന്താ കാട്ടേണ്ടിന്നൊരു പിടി കിട്ടുന്നില്ല കേട്ടോ. ഞാൻ ചാടി കളിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആരിക്കൂട്ടാ തണുപ്പുണ്ടോ? അത് വേണ്ട. അത്രയ്ക്ക് കോടയില്ലേലും, കോടയുള്ള ക്ലൈമറ്റാണ് എനിക്കിഷ്ടം. പക്ഷേ എത്രയ്ക്ക് കോടയില്ലേലും അത്രയ്ക്ക് തണുപ്പുള്ളത് കൊണ്ടൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ട് കേട്ടോ. ഒരു പ്രത്യേക കുളിരുണ്ട്, ഒരു പ്രത്യേക സുഖമുണ്ട്. വണ്ടിയാണ് കയറുന്ന ചേട്ടോ, തണുത്തിട്ടാണ്. ഞാൻ മോട്ടൂളല്ലോടോ ഇതിലുള്ളത്, അതാണ് സീന്. മോട്ടൂളാകുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നമൊന്നും വരാറില്ല കേട്ടോ. മോട്ടൂള് ഓയിൽ നൈസാണ് കേട്ടോ. അതിപ്പോൾ ഒരു മിസ്സിങ് ഒക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ എൻജിന് ആ ഒരു പ്രഷർ, അത്രയ്ക്ക് ലോഡ് എടുക്കുന്ന സമയത്ത് വരുന്നൊരു പ്രശ്നമാണ്. പിന്നെ ക്ലൈമറ്റും ഈ ഒരു രീതിക്ക് എൻ്റെ ഒരു ബലമായ സംശയം അതാട്ടോ. ഞാൻ ഈ ഒരു വാൽവോലൈൻ ഒഴിച്ച സമയത്തൊക്കെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മോട്ടൂളാവുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. വണ്ടി അടിച്ച് കയറി പോവും. ക്ലാവര ലാസ്റ്റ്, ആദ്യം പൂണ്ടി, പിന്നെയാണ് ക്ലാവര ഒന്നുണ്ട്. നമുക്കിവിടെ ബോർഡുമ്പോൾ കറക്റ്റ് നോക്കാം, എന്നാൽ കറക്റ്റ് അറിയാം. ഇവിടെ കുറച്ചും കൂടെ അങ്ങോട്ട് പോയൊരു ബോർഡുണ്ട്. ഇവിടെ ഒരു ബോർഡുണ്ടല്ലോ. വേറെയും കുറേ സ്ഥലം ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇനി നേരെ കൊടൈക്കനാൽ ടൗണിൽ പോയിട്ട് ഒന്നെങ്കിൽ നമ്മൾ ടെൻ്റ് അടിക്കുമായിരിക്കും. ടൗണൊക്കെ ഇങ്ങനെ ഏകദേശം ഓഫായി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെൻ്റ് അടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ റൂം നോക്കണം കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് കിടന്ന് ഉറങ്ങണം. ഞാനൊക്കെ അന്ന് ടെൻ്റ് അടിച്ചതെന്ന് പറയുമ്പം ഏകദേശം 10 മണി ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് ഞാൻ ടെൻ്റ് അടിച്ചത്. ഓഫായ സമയമായിരുന്നു. അപ്പം വലിയ സീനൊന്നും വന്നില്ല, നേരെ പോയി ടെൻ്റ് അടിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ അവസ്ഥ നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ എന്തായിരുന്നാലും പോയി നോക്കുവാണ്, കൂടുതൽ ചാൻസ് ടെൻ്റ് അടിക്കാൻ തന്നെ ആയിരിക്കും. നമുക്ക് മോർണിംഗ് ഫ്രഷ് ആവുകയാണ് സൽമാനെ. പമ്പിൽ പറ്റൂല, പമ്പിൽ സമ്മതിക്കൂല ഇവിടെ. അങ്ങനെ ഞാൻ അന്ന് ചോദിച്ചിനി, ഞാൻ വെറുതെ ചോദിച്ചേനി. ഓലപ്പുരം പമ്പ് പോയപ്പോൾ ജസ്റ്റ് ചോദിച്ചേനി. എനിക്ക് ആരെയും ഈ തമിഴ്നാട്ടിൽ ഓല എങ്ങനെ സമ്മതിക്കൂല, തമിഴ്നാട് ഇട്ടോ കുഴപ്പമില്ല. അപ്പം ഇനി എന്തായിരുന്നാലും ആ ഒരു സ്പോട്ടിലൊക്കെ എത്തിയിട്ട് കാണാട്ടോ ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ നേരെ കൊടൈക്കനാൽ വന്ന് ഫുഡെല്ലാം കഴിച്ചു. അല്ലേ സൽമാനെ, ഫുഡ് കഴിച്ചില്ലേ? നമ്മള് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോണ്. നമ്മള് നേരെ വന്നുണ്ട് ഫുഡടി എല്ലാം കഴിഞ്ഞ് നേരെ വന്ന് ഇവിടെ ടെൻ്റ് അടിച്ചു കിട്ടും. അതുപോലെ ഒരു എന്താ പറയുക ബസ് സ്റ്റോപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതെ, ഈ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇനി പോലീസുകാർ കണ്ടാലും ചിലപ്പോൾ പായേണ്ടി വരും അല്ലേ, പെട്ടിയും കുട്ടിയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാണ്ട് നല്ല കിടന്നുറങ്ങാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ എന്നിട്ടാണ് നമ്മളെ പാടിക്കൂട്ട് എന്ത് തയ്യാറെടുപ്പ് കേട്ടോ, നാളെ ഓടാനുള്ള ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ എന്നിട്ടുമാണ്. വരുമ്പോഴത്തെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അപ്ലൈ തൊള്ളോട്ടിട്ടാൽ മതി. നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സപ്പോർട്ട് തന്നെ ലഭിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ നാളത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ സൽമാൻ ഓടുന്ന കാര്യം കേൾക്കാറ്. അല്ലേ സൽമാനെ? 10 കിലോമീറ്റർ കോമ്പറ്റീഷൻ കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായിരുന്നാലും